നമസ്കാരം. കയ്യേറ്റക്കാരുടെ ശിക്ഷകനായ അച്ചു ഹസാരയും ഭൂസമരക്കാരുടെ രക്ഷകനായ EP ജയരാജനും ഇങ്ങനെ ഉമ്മൻചാണ്ടിയെ താഴെയിറക്കാൻ വേണ്ടി ചുമ്മാ നടന്നാൽ നമ്മുടെ ചന്ദ്രനെയും കൊണ്ട് ആണുങ്ങൾ പോകും. നിങ്ങളുടെ അനുമതിയില്ലാതെ അമേരിക്ക ചന്ദ്രനിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് അറിയാമോ? ചന്ദ്രനിലെ ഭൂമി മുഴുവൻ വ്യാജ പട്ടയമുണ്ടാക്കി അവർ കയ്യേറിക്കഴിഞ്ഞു. ചന്ദ്രനിൽ ദേശീയ ചരിത്ര ഉദ്യാനം സ്ഥാപിക്കാനാണ് സാമ്രാജ്യത്വ ഭീമൻ രഘുവായ ബറാക് ഒബാമയുടെ പരിപാടി. ഈ അനധികൃത കയ്യേറ്റത്തിനെതിരെ പ്രത്യക്ഷ സമരവുമായി നിങ്ങൾ എത്രയും വേഗം രംഗത്തിറങ്ങിയില്ലെങ്കിൽ കേരളത്തിൻ്റെ ആകാശത്ത് കാണുന്ന അവശേഷിക്കുന്ന ചന്ദ്രനും നമുക്ക് നഷ്ടമാകും. ഈ മുന്നറിയിപ്പോടെ ആരംഭിക്കട്ടെ. ലങ്കാധിപതിയായ രാവണനെ കാണാൻ ചെന്ന ഹനുമാൻ ഓരോരോ രോമങ്ങൾ പറിച്ചറിയവേ. വ്യക്തിഹത്യാ നിർഭരമായ അന്തരീക്ഷത്തിൽ രാഷ്ട്രീയ രാമായണ പാരായണത്തിന് തുടക്കമായി. പന്യരാമായണം മാണികാണ്ഡത്തിൽ മാണി എന്ന കാട്ടാളനെ അമ്പെയ്ത് വീഴ്ത്തുന്ന രംഗത്തോടെ കർക്കടകം പിറന്നു. നമുക്കെന്തിന് മേലെ മേലെ പെണ്ണിന് നിക്കാഹും, പൊന്നാര പൊന്നനുജന് വേണം പെണ്ണിന് നിക്കാഹും. രാമായണം കഥയുടെ മാപ്പിളശീലികളുമായി മലബാറിൽ നിന്നുള്ള അബ്ദുള്ളക്കുട്ടി കൗതുകമാകുന്നു. മാപ്പിള രാമായണത്തിലെ സരിതകാന്ഡം നേതാക്കൾക്കുള്ള മുന്നറിയിപ്പാണെന്ന് മോഡിക്കുട്ടി. മാണിക്കത്തനാരുടെ മുഖ്യമന്ത്രി മോഹം പൊലിഞ്ഞു. ഇടതുപക്ഷം KM മാണിയെ വീണ്ടും നക്കിക്കൊന്നു. മുഖ്യമന്ത്രി എന്ന വാക്ക് തന്നെ തനിക്ക് കുളിരാണെന്ന് മാണി സാർ. അത്രയ്ക്ക് കുളിർ ആവശ്യമില്ലെന്ന് പിണറായി വിജയൻ. ബ്ലൂ ജനറേഷൻ സിനിമയിൽ ചാൻസില്ല. മഹാനടൻ മമ്മൂട്ടി പാട്ടും പാടി പാടത്തേക്ക്. മഹാനടന്റെ കൃഷിപ്പണി കാണാൻ ഓൾഡ് ജനറേഷൻ ആരാധകരുടെ വൻ തിരക്ക്. മുടിനാരിഴ കീറി പരിശോധിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം, CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ ഒട്ടും മോശക്കാരനല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം K കരുണാകരനിൽ നിന്ന് ലഡു കഴിച്ച നാൾ മുതൽ പന്ന്യന് ആരും അന്യരല്ല. രാമായണ പാരായണത്തിന് പന്ന്യനെ പ്രേരിപ്പിക്കുന്നതും അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഈ ശുദ്ധ വന്യതയാണ്. രാഷ്ട്രീയ രാമായണത്തിൽ നിന്നുള്ള മാണികാണ്ഡം വായിച്ചുകൊണ്ടാണ് അദ്ദേഹം രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ചത്. ലങ്കാധിപതിയായ രാവണനെ കാണാൻ ചെന്ന ഹനുമാൻ ഓരോരോ രോമങ്ങൾ പറിച്ചറിയവേ. ലക്ഷ്മണനോ തോർത്തില്ല. രാമായണം വാൽമീകി മഹർഷി. വാൽമീകി മഹർഷിയുടെ ജീവിതം ഇങ്ങനെയായിരുന്നു. അദ്ദേഹം ഒരു പിടിച്ചുപറിക്കാരനായിരുന്നു. വനത്തിൽ കൂടി പോകുന്ന ആളുകളുടെ കയ്യിൽ നിന്നും എല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോയി കുടുംബത്തെ പകർത്തു. സപ്തർഷികൾ ആ വഴി പോയി. സപ്തർഷികളെ കണ്ടപ്പോൾ അവരെ കയ്യിലുള്ള സ്വത്തുക്കളും പിടിച്ചു പറിക്കാൻ പോയി. അവർ ചോദിച്ചു, നിങ്ങൾ ഈ പിടിച്ചു പറിക്കുന്നത് ശരി, പക്ഷെ നമ്മൾ ചോദിക്കുന്ന ചില കാര്യങ്ങൾക്കൊന്ന് മറുപടി പറയണം. എന്താ? ഇവിടുന്ന് നിങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഈ വസ്തുക്കളുണ്ടല്ലോ, നിങ്ങളുടെ കുടുംബത്തിൽ കൊണ്ടുപോകില്ലേ? കുടുംബത്തിൽ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കുടുംബമല്ലേ ഇത് ഉപയോഗിക്കുന്നത്? നിങ്ങൾ ചെയ്യുന്നത് പാപമാണ്. ആ പാപത്തിന് നിങ്ങൾ ശിക്ഷ അനുഭവിക്കും. എന്താ ശിക്ഷ? നിങ്ങളുടെ ജീവിതം ഇരുണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പാപം ചെയ്യുമ്പോൾ ആ പാപത്തിന്റെ പങ്ക് നിങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾക്കുണ്ടോ? ഉണ്ട്. അവർ പങ്കുവയ്ക്കും. എൻ്റെ കാര്യങ്ങൾ അവരില്ലേ? ഞങ്ങൾക്ക് അത് സംശയമാണ്. നിങ്ങളത് അന്വേഷിച്ചു പോകാം. ഈ കാട്ടാളനായ മോട്ടാവ് ചെന്ന് കുടുംബത്തോട് ചോദിച്ചു,
ഞാൻ കൊണ്ടുവരുന്നത് നിങ്ങളിലെ എല്ലാവരും ഉപയോഗിക്കുന്നത്. അതെ, എനിക്കുള്ള പാപം നിങ്ങൾ കൂടി പങ്കുവെക്കൂലേ? ഇല്ല. എന്താ കാരണം? നിങ്ങൾ ഇവിടുത്തെ ഗൃഹനാഥനാണ്, നിങ്ങൾക്ക് ബാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തന്നെ പാവം സഹിച്ചോളൂ. അത് കേട്ടപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അവർ ആ പങ്ക് വഹിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് സപ്തർഷികൾ പറഞ്ഞത്, എങ്കിലൊരു കാര്യം ചെയ്യും, എനിക്കിപ്പോൾ കാര്യം ബോധ്യമായല്ലോ, നീ ഇവിടെ ഇരിക്കും, നമ്മൾ തിരിച്ചു വരുമ്പോൾ നിന്നെ നമ്മൾ കൊണ്ടുപോയിക്കോളാം, അതുവരെ ഇവിടെ ഇരിക്കും. ആ ഇരിപ്പാ വലിയ ഇരിപ്പാ. ആ ഇരിപ്പിലാണ് അവസാനം സപ്തർഷി അദ്ദേഹം വീഴുമ്പോൾ ഈ മനുഷ്യനെ ഈ മണ്ണിൻ്റെ പുറ്റിൽ നിന്നും മോചിപ്പിച്ചെടുത്ത് അദ്ദേഹത്തോട് പറയുന്നു, നിങ്ങൾക്ക് ബോധ്യമായില്ലേ? ആ മനുഷ്യനാണ് നമ്മളെ വാൽമീകി മഹർഷി. വാൽമീകി മഹർഷിയുടെ ആദ്യ കാവ്യമാണ് മാ നിഷാദ, അരുത് കാട്ടാള. ഒരു മരക്കൊമ്പിൽ 2 ഇണക്കുരുവികൾ കൊക്കുരുമി തോളുരുമി കിന്നാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിലൊന്നിനെ ഒരു വനവേടൻ അമ്പേത് വീഴ്ത്തി. ഉമ്മൻചാണ്ടിയും കെ എം മാണിയായിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ കേരളത്തെ എല്ലാവർക്കും അറിയാലോ. മാണി സാർ അതിൽ എത്രയോ ഭേദമാണ്. ഇണക്കുരുമി ദുഃഖത്തോടെ കൊക്കുരുമി തോളുരുമി ചിറകുരുമി ദുഃഖം രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അരുത് കാട്ടാള മാനിഷാദ. അതാണ് ഭാരതത്തിന്റെ പാരമ്പര്യം. എവിടെ കുഴപ്പം? പല അഭിപ്രായങ്ങൾ നിങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഞങ്ങളെ തലയിലുണ്ട്. അത് നിങ്ങളുടെ അഭിപ്രായത്തായിട്ട് തന്നെ ഇരിക്കട്ടെ. ഇപ്പൊ ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, ഞാനൊരു ദൈവത്തെ വിശ്വസിക്കുന്ന ആളല്ല, ഞാനൊരു നിരീശ്വരവാദിയാണ്. പക്ഷേ ദൈവവിശ്വാസികളെ എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനമാണ്. കാരണം എന്താ? ഒരു വിശ്വാസിക്ക് ഒരുപാട് തെറ്റ് ചെയ്യാൻ കഴിയില്ല, എനിക്കും ഒരുപാട് തെറ്റ് ചെയ്യാൻ കഴിയില്ല. എൻ്റെ ദൈവങ്ങൾ നിങ്ങളാണ്, ഈ കേൾക്കുന്ന നിങ്ങൾ, ഈ നാട്ടിലെ ജനങ്ങൾ. ലങ്കാധിപതിയായ രാവണനെ കാണാൻ ചെന്ന ഹനുമാൻ ഓരോരോ രോമങ്ങൾ പറിച്ചറിയവേ AP അബ്ദുള്ളക്കുട്ടി വെറും ഒരു കുട്ടിയല്ല. ഒരു കാലത്ത് അത്ഭുതക്കുട്ടിയും അതിശയക്കുട്ടിയുമായിരുന്നു അദ്ദേഹം. അതിനിടയിൽ നരേന്ദ്രമോദിക്കുട്ടിയായി മാറിയതോടെ CPMൽ നിന്ന് പുറത്തായെങ്കിലും കുട്ടിയുടെ മോഡിക്ക് ഇപ്പോഴും കോട്ടമില്ല. വിടർന്ന വായും പരന്ന പാണ്ഡിത്യവുമാണ് കുട്ടിയുടെ എല്ലാ കാലത്തെയും കൈമുതൽ. അതാണ് മാപ്പിള രാമായണത്തിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങിത്തപ്പാൻ കുട്ടിയെ പ്രേരിപ്പിച്ചത്. മാപ്പിള രാമായണം മോഡി കാണ്ഡത്തിൽ നിന്ന് കാണാതെ പഠിച്ച ഏതാനും വരികൾ അബ്ദുള്ളക്കുട്ടി ഉദ്ധരിക്കുന്നു. വടക്കൻ മലബാറിലെ ഉമ്മുമ്മമാർ സന്ധ്യാനേരങ്ങളിൽ കുട്ടികളെ താരാട്ടുപാടി ഉറക്കാൻ ബദർ കിസ്സകൾ പാടിക്കൊടുക്കുന്നത് പോലെ തന്നെ മറ്റൊരു പാട്ട് പാടി പതിഞ്ഞിട്ടുണ്ട്. അതാണ് മാപ്പിള രാമായണം. നിങ്ങളാരാ ബാല്യക്കാരാ പേരെന്താന്ന്, കൂടെ കാണും പെണ്ണ് നിങ്ങളെ വിടറാണോ. ഇത് കാട്ടിൽ വെച്ച് രാമനെ കണ്ട ശൂർപ്പണഖയുടെ വാക്കുകളാണ്. നിങ്ങളാരാ ബാല്യക്കാരാ പേരെന്താന്ന്, കൂടെ കാണും പെണ്ണ് നിങ്ങളെ വിടറാണോ. വിടർന്ന് വെച്ച ഭാര്യ, കൂടെ കാണും പെണ്ണ് നിങ്ങളെ വിടറാണോ. അപ്പോൾ രാമൻ പറയാണ്, ഞാനാ രാമൻ സീതാ വീടർ പെറ്റിട്ടില്ല, കൂടെ അഞ്ജൻ ലക്ഷ്മണനും കൂട്ടിനുണ്ട്. ഞാനാ രാമൻ സീതാ വീടർ പെറ്റിട്ടില്ല, കൂടെ അഞ്ജൻ ലക്ഷ്മണനും കൂട്ടിനുണ്ട്. മര്യാദാ പുരുഷോത്തമനും സുന്ദരനുമായ രാമനെ കണ്ട് ശൂർപ്പണഖയ്ക്ക് പ്രണയം തോന്നിയത്രേ. അങ്ങനെ പ്രണയാഭ്യർത്ഥന നിരസിച്ചുകൊണ്ട് രാമൻ പറഞ്ഞു, നമുക്കെന്തിന് മേലെ മേലെ പെണ്ണിനിക്കാവും, പൊന്നാര പൊന്നനുജന് വേണം പെണ്ണിനിക്കാവും. നമുക്കെന്തിന് മേലെ മേലെ പെണ്ണിനിക്കാവും, പൊന്നാര പൊന്നനുജന് വേണം പെണ്ണിനിക്കാവും. അപ്പൊ പൊട്ടിത്തെറിച്ച ശൂർപ്പണഖ പറഞ്ഞത്രേ, തേക്കുന്നെണ്ണ പിടിച്ചാൽ എന്താ മാറിത്തേക്കൂലേ, പൂക്കും പൂവുകൾ തോറും വണ്ടുകൾ മാറിപ്പാറൂലേ. ശൂർപ്പണഖയും രാമനും
സീതയും ലക്ഷ്മണനും എല്ലാം ഒന്നിച്ച് പരിചയപ്പെടുന്ന രംഗം മാപ്പിള രാമായണത്തിൽ എത്ര മനോഹരമായിട്ടാണ് വർണ്ണിച്ചിട്ടുള്ളത്. ഒരു മതസൗഹാർദ്ദത്തിൻ്റെ അതിസുന്ദരമായ ഒരു അന്തരീക്ഷം നമ്മുടെ ഈ നാട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് കൂടി രാമായണത്തിൻ്റെയും റംസാൻ്റെയും ഈ അസുലഭ സുന്ദര മുഹൂർത്തത്തിൽ ഇത്തരം ചിന്തകളും പുതിയ തലമുറയെ പഠിപ്പിച്ച് പതിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്.